2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണേ. ഇനി 2 പാക്കറ്റും കാച്ചാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് പാലൊക്കെ അടുപ്പിൽ വെച്ച് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷനിൽ ആ പിഴിഞ്ഞ നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിക്കണം. അങ്ങനെ ഇത് ഒഴിക്കണം, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇത് ഒഴിക്കുന്ന ടൈമിൽ നമ്മുടെ പാല് ഇങ്ങനെ വെള്ളവും ഇതും കൂടെ പനീറും കൂടി ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നത് കാണാം. കണ്ടോ? അത് നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഈ ഒരു പാകത്തിൽ അടുപ്പ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ തന്നെ ഈ പനീർ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. അതുകൊണ്ട് നല്ല തിളച്ച വെള്ളമല്ലേ, അതുകൊണ്ടിട്ട് ഹാർഡാവാതിരിക്കാൻ വേണ്ടി വെള്ളമൊന്ന് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഒഴിച്ച് ആ വെള്ളം ഒന്ന് തണുപ്പിക്കണം. എന്നിട്ട് വേഗം തന്നെ അതൊന്ന് ഊറ്റിയെടുക്കണം. കണ്ടോ? ഇതേപോലെ ഊറ്റിയെടുത്ത് ഇതുപോലെ പിഴിഞ്ഞ് കിഴി പോലെ കെട്ടി പിഴിഞ്ഞ് അതിൻ്റെ പൊക്കത്തേക്ക് ഒരു വെയിറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ ആകുമ്പോൾ വെള്ളമൊക്കെ പോയി ഷേപ്പിൽ ആകും. അപ്പോൾ ഇത് കണ്ട് ഇതുപോലെ വെച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള വെള്ളമില്ലേ, നമുക്ക് വെജിറ്റബിൾ കറിയോ കുറുമയോ ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരി മനസ്സിലാവും. ഈ പനീറിൻ്റെ വെള്ളമില്ലേ, ആ വെള്ളം. അപ്പോൾ നമ്മുടെ പനീറായിട്ടുണ്ട്. കണ്ടില്ലേ? എത്രേ സിമ്പിളായിട്ട് എത്രേ പെട്ടെന്നാണ് പനീറാക്കിയത്. പുറത്തുനിന്ന് എത്ര വില കൊടുത്ത് അധികം ടേസ്റ്റ് ഇല്ലാത്ത പനീറായിരിക്കും നമുക്ക് കിട്ടണം. ഇത് വീടുകളിൽ ഉണ്ടാക്കണം, കുറച്ച് നേരം മതി. അരമണിക്കൂർ കൊണ്ട് തന്നെ പനീറാകും. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം. ഇതിൻ്റെ പനീർ കറി ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഉണ്ട്. പക്ഷേ അത് വീഡിയോ ലെങ്ത്ത് കൂടും എന്ന് വിചാരിച്ചിട്ടാണ്. അത് നാളത്തേക്ക് ഇടാം. എല്ലാവരും ഒന്ന് കാണണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല സോഫ്റ്റ് പനീർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.